മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മുടെ MLA ആകണം. രണ്ട് കക്ഷിക്കാർ ഇത് തന്നെയാണ്, കൊള്ളയടിക്കുന്നവരാണ്. കോൺഗ്രസ് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ ഭരണമായിരിക്കും. അവരായിരിക്കും ബഡ്ജറ്റിന്റെ ഏതാണ്ട് 90% അവരുടെ കയ്യിലായിരിക്കും. തീവ്രവാദികളുടെ സപ്പോർട്ടോട് ഭരിക്കുന്ന ആൾക്കാരായിരിക്കും. NDA സ്ഥാനാർത്ഥി ആറന്മുള നിയോജകമണ്ഡലത്തിലെ കുമ്മനം രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഇപ്പൊ 5 മണ്ഡലങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലെ വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതെന്റെ പാർലമെന്റ് മണ്ഡലമാണല്ലോ. കാരണം ഞാൻ കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്നപ്പോൾ ഇതെന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. കുമ്മനംജിയെ പോണക്ക് ഒരു സ്ഥാനാർത്ഥി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ, സമൂഹത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയും ഗവർണർ എന്ന നിലയും ഒക്കെ വളരെ സുസ്ഥിരമായ കാര്യമാണ് കുമ്മനം ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം നമ്മുടെ അസംബ്ലിയിൽ വരിക എന്നാൽ ഒരു ജനശബ്ദം അവിടെ കേൾക്കണമെങ്കിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുമ്മനം രാജശേഖരൻജിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. കഴിഞ്ഞ 11 വർഷമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്തിരിക്കുന്ന വലിയ അത്ഭുതങ്ങളാണ്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്ന ഞാൻ രാജിവെച്ച് ഞാൻ BJP ചേരുകയും പിന്നെ കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തത്. ലോക ചരിത്രത്തിൽ ആർക്കും ചെയ്യാത്ത കാര്യങ്ങളാണ് നരേന്ദ്രമോദിജിക്ക് പ്രധാനമന്ത്രി എന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സർക്കാർ മുടക്കുന്ന പൈസയുടെ ഏതാണ്ട് 75% മുടക്കുന്ന പാവങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വീടുകളാണെങ്കിലും ഇപ്പം പാചകവാതകമാണെങ്കിലും ആരോഗ്യ മേഖലയിൽ പിന്നെ കിസാൻ നിധിയിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരെ കൊണ്ട് ഇട്ടിരിക്കുക. അപ്പം തന്നെ ജൻധൻ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 46 കോടി പാവപ്പെട്ടവർക്ക് അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് ഏതാണ്ട് 45 ലക്ഷം കോടി രൂപയാണ് നേരെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആരും കൊള്ള ചെയ്യുന്നില്ല, കക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കണ്ടേ? നമ്മുടെ പിള്ളേർ ഇവിടെ പഠിക്കണ്ടേ? അവർക്ക് ഇവിടെ ജോലി കിട്ടണ്ടേ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മോദി സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ടാകണം. മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മുടെ MLA ആകണം. അതിനൊക്കെ ഏറ്റവും യോഗ്യൻ കുമ്മനം രാജശേഖരൻജിയാണ്. കേരളത്തിലെ നിലവിലുള്ള ഇപ്പൊ എങ്ങനെയാണ് ഈ BJPക്കുള്ള ഒരു പ്രചരണത്തിലൊരു മുന്നേറ്റം? അല്ല, തീർച്ചയായിട്ടും നല്ല മുന്നേറ്റമുണ്ട്. നമ്മളിപ്പോൾ ആശയം ഇതാണ്, നമ്മൾ ചുമ്മാ വാചകം അടിച്ചാൽ പോരാ. കേരളത്തിലെ ഇടതും വലതും എല്ലാം ചെയ്തിരിക്കുന്ന 70 വർഷമായിട്ട് വാചകവടിയുണ്ട്, കാര്യങ്ങളൊന്നും നടക്കുന്നത് നമ്മൾ കണ്ടാണല്ലോ. ഞാൻ ഈയിടെ കോട്ടയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് 3000 വീടുകളിൽ പോയി. എനിക്ക് കോട്ടയം മുനിസിപ്പാലിറ്റി ചാർജായിരുന്നു. ഈ 3000 വീടുകളിൽ ഒരു 10 വീട് ഒഴിച്ച ഒരൊറ്റ വീട്ടിൽ പോലും ചെറുപ്പക്കാരുമില്ല. സ്കൂൾ കഴിഞ്ഞ ഉടനെ അവർ രാജ്യം വിടുക. എന്തുകൊണ്ടാണ്? അവർക്കിവിടെ നിന്ന് അച്ഛൻ്റെ അമ്മയോട് നിന്ന് കേരളത്തിൽ ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ അല്ലേ ഇഷ്ടം. പക്ഷെ ഇല്ല, ഇവിടെ അവസരങ്ങളില്ലാത്തതുകൊണ്ട് ഇടതും വലതും രണ്ടുപേരും നമ്മുടെ നാടിനെ കൊള്ളയടിച്ചു, നശിപ്പിച്ചു. ഈശ്വരൻ്റെ ശബരിമല അയ്യപ്പൻ്റെ അതിൽ നിന്ന് സ്വത്ത് പോലും കട്ടുകൊണ്ടുപോയി. രണ്ട് കക്ഷിക്കാർ ഇത് തന്നെയാണ്, കൊള്ളയടിക്കുന്നവരാണ്. ഇപ്പം മുസ്ലിം ലീഗ്, കോൺഗ്രസ് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ ഭരണമായിരിക്കും. അവരായിരിക്കും ബഡ്ജറ്റിന്റെ ഏതാണ്ട് 90% അവരുടെ കയ്യിലായിരിക്കും. ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? നമ്മളിതൊക്കെ മാറണം. രണ്ടും തീവ്രവാദികളുടെ സപ്പോർട്ടോട് ഭരിക്കുന്ന ആൾക്കാരാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ, SDP ഇവരെല്ലാം സപ്പോർട്ടോട് ജയിക്കുന്നവരാണ് ഈ രണ്ട് കക്ഷികളും. അത് നമ്മളിവരുടെ ഭരണം കണ്ടതാണ്. പിന്നെ നമ്മൾ അവരെ പറ്റി കാര്യമായിട്ടൊന്നും പറയണ്ടല്ലോ. ഒരൊറ്റ ജോലി ഈ 70 വർഷം കൊണ്ട് കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ എങ്ങനെയാണ് പഠനം നടത്തുന്നത്? ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ജോലി കിട്ടുമോ? നമ്മുടെ സ്റ്റാൻഡേർഡ് അത്ര മോശമാണ്, അത്ര പരിതാപകരമാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡുകൾ. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ശുദ്ധിയുള്ള ഈ നാട് നന്നാകണം, നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ ജീവിക്കണം, നമ്മുടെ ആൾക്കാർ സന്തോഷിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന, അങ്ങനെ കാണിച്ചിട്ടുള്ള ആള് ഇവിടെ ഭരണത്തിൽ വരണം. പ്രത്യേകിച്ച് റിസോഴ്സുകൾ അപര്യാപ്തമായ നമ്മുടെ സംസ്ഥാനത്ത് സാർ ദീർഘകാലം ഡൽഹിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥലത്തിലും അല്ലാത്ത എല്ലാത്തിലും രാഹുൽ ഗാന്ധിയുടെ മിനിമം ഗ്യാരണ്ടി കേരളത്തിൽ എങ്ങനെയാണ്? അല്ല, ഇവര് 70 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് എവിടെയായിരുന്നു ഈ ഗ്യാരണ്ടി? ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്, രാജീവ് ഗാന്ധി, 1 രൂപ മുടക്കിയാൽ വെറും 16 പൈസ മാത്രമേ ജനങ്ങളിൽ എത്തുന്നുള്ളത്. ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛനായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അല്ലേ പറഞ്ഞത്? പിന്നെ എന്താ ഗ്യാരണ്ടിയാ? ഈ മനുഷ്യൻ പാർലമെന്റിൽ പോയിട്ട് ഏതാണ്ട് 10-22 വർഷമായി. രാഹുൽ ഗാന്ധി പുള്ളി എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ ഇതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയായിരുന്നു. പുള്ളി പാർലമെന്റ് അറ്റൻഡ് ചെയ്യല. പാർലമെന്റ് വന്നാൽ തന്നെ 3/4 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് കറങ്ങി നടന്നിട്ട് പോകും. ഒരു ചോദ്യം ചോദിക്കുകയല്ല, ഒരു 0 സബ്മിഷൻ ഇല്ല, സ്പെഷ്യൽ മെൻഷൻ ഇല്ല, പ്രസംഗങ്ങളില്ല.
ഈ കക്ഷി പിന്നെ എന്താ ഗ്യാരണ്ടി നടത്തുന്നത്? പുള്ളിയുടെ ചുമതല ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള MP ആയിരുന്നില്ലേ? അദ്ദേഹം വയനാട്ടിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന റാബറേലിയാണ് തോന്നുന്നു. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ അവിടെ പോയതാ, കഷ്ടമുണ്ട്. ഇത്രയും വർഷം നെഹ്റു കുടുംബം ഭരിച്ച ആ മണ്ഡലത്തിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ പറ്റാതെ അവർക്ക് എന്താ ഗ്യാരണ്ടി അവർ നടക്കുന്നത്? ഇത്രയും വർഷം ഭരിച്ചില്ലേ? എന്താ അവർ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ വരും വട്ടപൂജ്യം, വെറുതെ വാചപടിക്കുക. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ കൊള്ളയടിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പടികൾ. എങ്ങനെയുണ്ട് BJPയുടെ ഇവിടുത്തെ വിജയ പ്രതീക്ഷ? ജയിക്കും തീർച്ചയായിട്ടും. കുമ്മനം രാജശേഖരൻ പോലെയുള്ള ഒരാള് ജയിച്ചാലേ പറ്റുള്ളൂ. ഇത്രയും നല്ല ഒരാളെ ലോകത്തിൽ എവിടെ കിട്ടും? വേറെ എങ്ങും കിട്ടൂല. ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ വേറെ എങ്ങും കിട്ടൂല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.